ഇല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നാ പിന്നെ ഞാൻ പോയിന്ന് വിളിച്ചു നോക്കട്ടെ. ആരാണ് നിങ്ങൾ? എറണാകുളം ഇടവകയിൽ എനിക്കറിയാം. അവിടുത്തെ വികാരി ജോമോനച്ചനെയും എനിക്കറിയാം. പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. എല്ലാ സിനിമകളും അതിന്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ള ആളായിരുന്നു ഞാൻ. ആവേശം പോലും അത് ആവേശം കെട്ടടങ്ങിയിട്ടാണ് ഞാൻ കണ്ടത്. ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്ത് നീ എന്നെ അറിയുന്നില്ല കർത്താവേ. കർത്താവേ, ഓപ്പൺ ദ ഡോർ. സത്യമായും ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഈ റാങ്ക് മേടിച്ചിട്ട് ഒരു കാര്യമില്ല ഗൈസ്. നിങ്ങൾ ആരാണ്? അയ്യോ, മനസ്സിലായില്ലേ? ഞാനാണ് നിർമ്മല ആശിഷ്. അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന, എല്ലാ ദിവസവും ഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന അലക്സാറല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ മകളാണ്. കർത്താവിനെ അറിയും? അതെ, അലക്സിനെ ഞാൻ അറിയും. പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാനും നല്ലൊരു പ്രാർത്ഥനക്കാരിയാണ്. മാത്രവുമല്ല, ഗുഡ്ഗാവ് രൂപത ബിഷപ്പില്ലേ, ഞങ്ങൾ അടുത്ത ബന്ധുക്കളാണ്. പാട്ട്, അഭിനയം, കല, സാഹിത്യം എന്ന് വേണ്ട എല്ലാ മേഖലകളിലും ഞാനൊരു പ്രതിഭയാണ്. കർത്താവ് ഓർത്തു നോക്കിക്കേ. ഇല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. പോവാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ടായിട്ടും ഒരു കാര്യമില്ല. കർത്താവിനെ മനസ്സിലായില്ലല്ലോ. എന്തായാലും എന്നെ അറിയാതിരിക്കാൻ യാതൊരു കഴിയില്ല. ഹലോ, ഈ വാതിൽ തുറക്കണേ. ഇതാരാ കുട്ടിയെ? ദയവ് ചെയ്ത് വാതിൽ തുറക്കൂ. നിങ്ങൾ ആരാണ്? കർത്താവേ, ഞാൻ ജെൻസിക്ക് ജോൺ. എന്നെ അറിയത്തില്ലേ? ഞാനേ 8-10 വർഷമായിട്ട് ആദ്രസേവനം ചെയ്യുന്ന ആളാണല്ലോ. എന്നെ കർത്താവ് അറിയില്ലേ? പോരാന് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ 15,000 ഫോളോവേഴ്സ് എനിക്കുണ്ട്. 5 ഫാൻ പേജാണ് എന്റെ പേരില്. എന്റെ കർത്താവേ, 15,000 കൂടുതൽ ആൾക്കാർക്ക് എന്നെ അറിയാം. പക്ഷെ അങ്ങനെയൊക്കെ എന്നെ അറിയില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നല്ല പറയുന്നത്. ഇനി ഞാൻ എന്നാ ചെയ്യും? ഇനിയൊന്നും അറിയാൻ ഒരു വഴിയില്ല. നോക്കിക്കാണ് എന്നെ അറിയാം. Please open the door. दरवाजा खोल दीजिए. दरवाजा खोल दीजिए. അയ്യോ, ഒന്ന് കഥവ് തുറക്കാമോ? നിങ്ങൾ ആരാണ്? എന്നെ അറിയത്തില്ലേ? ഞാൻ വേരിറ്റോസ് സെന്റ് തോമസ്. അതെ, സെന്റ് തോമസ്. അദ്ദേഹത്തെ ഞാൻ അറിയും. എന്റെ അരുമ ശിഷ്യനാണ്. പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അല്ലതേ, സെന്റ് തോമസ് എറണാകുളം. അവിടുത്തെ MCMF പ്രസിഡന്റ് ഞാൻ. പോരാത്തതിന് MCA വൈസ് പ്രസിഡന്റ്, രൂപതാതലം, മേഖലാതലം, MCMF ഞാനൊന്ന് പറഞ്ഞു കേട്ടെ. എല്ലാ മേഖലയിലും ഞാനുണ്ട്. പോരാത്തതിന് നിങ്ങളെക്കാട്ടിലൊക്കെ ഇച്ചിരി ഗ്ലാമർ. ഒന്ന് കഥ തുറക്കാമോ കർത്താവേ? രക്ഷയില്ലടി. ഇല്ല, നീ അനേക കാര്യങ്ങളിൽ വ്യാപൃതയായി. എന്നാൽ വേണ്ട കാര്യം മാത്രം നീ അന്വേഷിച്ചില്ല. നീ മനുഷ്യരുടെ മുന്നിൽ നല്ലതെന്ന് നടിക്കുവാൻ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടി. എന്നാൽ ഹൃദയം കൊണ്ട് ഒരിക്കൽ പോലും എന്നെ അന്വേഷിച്ചില്ല. ഇല്ല, ഞാൻ നിങ്ങളെ സ്വീകരിക്കുകയില്ല. ഞാൻ നിങ്ങളെ ആരെയും അറിയുന്നില്ല. അയ്യോ കർത്താവേ, ഞാൻ കുറേ ഇനാഗ്രേഷൻ ഒക്കെ ചെയ്യുന്നു. അതേ നോക്കിക്ക് എന്റെ കയ്യിൽ തടുപ്പുണ്ടോ? ഇല്ലല്ലേ?
ഇല്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അയ്യോ, ഇവരുടെയൊക്കെ മുഖത്ത് നമ്മുടെ ഇടവക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂടി നിൽക്കൂ. നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുവാൻ